നല്ല പാലാണോ? ആമാ സാർ. ആ ആ സുജാതേ, ഈ വൈകുന്നേരത്തെ അസോസിയേഷൻ പ്രോഗ്രാമിൽ നമ്മൾ സ്റ്റേജിൽ കയറി എന്തെങ്കിലും പെർഫോം ചെയ്യേണ്ടി വരുമോ? എന്ത് പെർഫോം ചെയ്യാൻ? അല്ല, പറയാൻ പറ്റില്ല. ഈ ആങ്കർമാർ പെട്ടെന്ന് വിളിച്ച് ഡാൻസ് ചെയ്യുന്നോ പാട്ട് പാടുന്നോ എന്നൊക്കെ ചോദിച്ചാ നമ്മൾ പിന്നിലായി പോകാൻ പാടില്ലല്ലോ. വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കാം. உங்களுக்கு பாட்டு டான்ஸ் எல்லாம் தெரியுமா சார்? നീ എന്നെ കുറിച്ച് എന്താടാ ശരവണ കരുതിയിരിക്കുന്നത്? ഞാൻ പാടി തുടങ്ങിയാലുണ്ടല്ലോ ഈ അസോസിയേഷനിലുള്ളവരൊക്കെ ഞെട്ടിപ്പോവും. அப்படியா? അത് സത്യം. ശരവണന് കേൾക്കണോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 3ാമത്തെ ദിവസം രഘുവേട്ടൻ പാടുന്നത് ഞാനൊന്ന് കേട്ടതാ. എന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞ മതിയല്ലോ. കല്യാണത്തിന് മുൻപ് ആ പാട്ടൊന്ന് കേട്ടിരുന്നെങ്കിലേ ഞാൻ ഇങ്ങനൊരു ബന്ധത്തിന് സമ്മതിക്കുകയില്ലായിരുന്നു. ഏയ്, അത്രയ്ക്ക് അങ്ങോട്ട് പറയൊന്നും വേണ്ട. അത്ര ബോറൊന്നും അല്ലായിരുന്നു. சார் எனக்கு ஆசை இருக்கு சார். நீங்க கண்டிப்பா பாடுறோம். ഒന്ന് വെറുതെ ഇരിക്കും ശരവണ. നിർബന്ധിച്ച രഘുവേട്ടൻ കയറി പാടിക്കളയുവേ. പിന്നെ 2-3 ദിവസത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അയ്യോ, ഞാൻ പാടുന്നില്ലേ. അല്ലെങ്കിൽ തന്നെ ഈ കൊച്ചി റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടി പാടിയിട്ട് എനിക്ക് എന്ത് കിട്ടാൻ വേണ്ടിട്ടാ? വിശാലമായ അതിർത്തിയിലല്ലേ ഞാനൊക്കെ നിന്നിങ്ങനെ പാടുന്നത്. അത് മതി. അതാവുമ്പോ വേറെ ആരും നിന്ന് കേൾക്കാനുണ്ടാവില്ലല്ലോ രഘുവേട്ട. கடவுளே, ரெண்டாலும் சூப்பரா இருக்கு. ഇതെന്ത് പറ്റി മോൾക്ക്? ആകെ ക്ഷീണിച്ചതുപോലെ ഉണ്ടല്ലോ. നല്ല വെയിലല്ലേ, കുറെ നേരമായില്ലേ പോയിട്ട്, അതിന്റെ ആവും. അമ്മ കാപ്പി എടുക്കാം. അല്ല, എങ്ങനെയുണ്ട് ഗിരിയുടെ കട? അമ്മയുടെ ഫേവറേറ്റ് ആണവൻ. ഈ ലോകത്ത് ഏറ്റവും നല്ല തുന്നൽക്കാരൻ ആരാന്ന് ചോദിച്ചാ സുജാതയ്ക്ക് ഒരൊറ്റ മറുപടി ഉള്ളൂ. അത് ഗിരിയുടേതാ. നിത്യയ്ക്കും മറിച്ച അഭിപ്രായമൊന്നുമില്ല അല്ലേ? அவர் நல்ல ஸ்மார்ட் சார். எப்ப பார்த்தாலும் சுஜாதா மேடம் எப்படி இருக்கு, ஜோதி மோள் எப்படி இருக்கு എന്നெல்லாம் കേട്ടുകൊണ്ടേ இருக்கும். ഇനി മുതല് നിന്റെ കാര്യം കൂടി അവൻ ചോദിച്ചു തുടങ്ങും. നീ എന്താടാ ഈ പറയുന്നത്? എന്തായാലും ഒന്ന് ഉറക്കെ പറ, ഇവിടെ എല്ലാവർക്കും കേൾക്കാമല്ലോ. അത് വണ്ടിയിൽ വെച്ചൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അതൊന്ന് ഫിനിഷ് ചെയ്താച്ചാ. அப்ப அதோட பேலன்ஸ் கேட்காங்க சார். அது ஹஸ்பண்டுக்கும் வைஃபுக்கும் இடையில இருக்க சீக்ரெட். ഓ, അതാണെങ്കിൽ ഞാൻ ഇടപെടുന്നില്ല. കുടിക്കുമോളെ. എനിക്ക് വേണ്ടമ്മേ. ഗിരി തന്നാ മാത്രം നീ കഴിക്കുള്ളല്ലേ? മോള് കാപ്പി കുടിക്കൂ. മോളെ ചൂടുണ്ട്. എന്താ മോളെ ഇത്? അതയാളുടെ ടെൻഷൻ കൊണ്ടാണച്ചാ. എന്ത് ടെൻഷൻ? നിത്യക്ക് ഈ ലോകത്ത് ഒറ്റ ടെൻഷനേ ഉള്ളൂ വെച്ചാ, അയാളുടെ അച്ഛനെ കുറിച്ച് ഓർത്തിട്ട്. ഓ, വണ്ടിയിലും കുറെ സമയം ഇങ്ങനെയായിരുന്നു. എന്റെ മോളെ അതായിരുന്നോ കാര്യം? മോളൊരു കാര്യം ചെയ്യ്, മുറിയിൽ ചെന്ന് ലാപ്ടോപ്പ് എടുത്തു വെച്ച് അച്ഛനെ ഒന്ന് വിളിക്ക്. കുറേ നേരം സംസാരിക്കുമ്പോൾ ശരിയായിക്കോളും.
വണ്ടിയിൽ വെച്ച് ഞാൻ ഫോൺ ഡയൽ ചെയ്ത് കൊടുത്തതാണെന്ന്. സംസാരിച്ചില്ല. അമ്മ പറയുമ്പോ ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. ചെല്ല്. നിത്യമോളും അച്ഛനും തമ്മിലുള്ള ബന്ധം കാണുമ്പോ ആർക്കായാലും കൊതി തോന്നിപ്പോവും. ജീവൻ സാറേ, രഘു സാറ് சொன்னது പുരിഞ്ഞതാ. നിത്യ മാഡം അച്ഛനെ സ്നേഹിക്കുന്നത് പോലെ നീങ്ക അച്ഛനെ സ്നേഹിക്കുന്നില്ല എന്ന്. ഓ, നീ മിടുക്കനാണല്ലോടാ. അതിനാ അങ്ങനെ ഒരു അർത്ഥം നീ കണ്ടുപിടിച്ചോ? സുമ്മാ. ചിലര് സ്നേഹം അഭിനയിക്കും, ചിലര് റിയലായിട്ട് സ്നേഹിക്കും. അതാ വ്യത്യാസം. നിത്യമോളുടെ കാര്യത്തിലാണെങ്കിൽ അവൾക്ക് കളങ്കം എന്താണെന്ന് അറിയില്ല. വെറുക്കുന്നവരെ പോലും സ്നേഹിക്കാനേ അവൾക്കറിയും. ജ്യോതി, ഇവിടെ ഇരുന്ന ലാപ്ടോപ്പ് കണ്ടോ? ഞാനിത് അലമാരിയിൽ വെച്ചതാ. നോക്കിയിട്ട് കാണുന്നില്ല. അമ്മ എടുത്തു വെച്ച് കാണോ? ഞാനൊന്ന് ചോദിക്കട്ടെ. നിത്യേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഏട്ടനോടും അമ്മയോടൊന്നും പറയരുത്. ലാപ്ടോപ്പ് എടുത്തത് ഞാനാ. അതിനെന്താ? അത് വേണമെങ്കിൽ നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. എനിക്കിപ്പോ അച്ഛനൊന്ന് വിളിക്കാൻ വേണ്ടിട്ടാ. ഒന്നെടുത്തോണ്ട് വരുമോ? അതിവിടെ ഇല്ല. പിന്നെ ചോദിക്കാതെ എടുത്തത് തെറ്റാ. ഞാനതിന്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തു. എന്ത് പണിയാ നീ കാണിച്ചേ? അമ്മയോട് പോലും ചോദിക്കാതെ. അമ്മയോട് ഞാനിപ്പോ എന്താ പറയാ? അവളൊരു പാവം കുട്ടിയാ. കുറെ കാലമായി ഒരു ലാപ്ടോപ്പ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. ആ സങ്കടം പറഞ്ഞ് കരഞ്ഞപ്പോ നിത്യേച്ചിക്ക് ഒരുപാട് യൂസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ടാ ഞാൻ. നീ കാണിച്ചത് തെറ്റ് തന്നെയാ. അമ്മ ചോദിക്കില്ലേ? ജീവൻ ചോദിക്കില്ലേ? അവരുടെ മുന്നിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? നിത്യേച്ചി, ഞാൻ കാലു പിടിക്കാം. ഞാനത് ആർക്കെങ്കിലും കൊടുത്തു എന്നറിഞ്ഞാൽ എല്ലാരും എന്നെ വഴക്ക് പറയും. പ്ലീസ് നിത്യേച്ചി. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എന്തു പറ്റി മോളെ? അച്ഛനെ വിളിച്ചില്ലേ? ഇല്ലമ്മേ. എന്തു പറ്റി? ലാപ്ടോപ്പ് എവിടെ? ലാപ്ടോപ്പ് അതിവിടെ നോക്കിയിട്ട് കാണുന്നില്ല. കാണുന്നില്ലേ? അത് പിന്നെ അവിടെ പോനാ. അറിഞ്ഞൂടാ. എന്താ മോളെ ഈ പറയുന്നേ? ഒന്ന് നന്നായി നോക്കിയേ. ഇല്ലമ്മേ, അതിവിടെ ഇല്ല. ഉറപ്പാ. നമ്മുടെ വീടിന്റെ അകത്ത് നിന്ന് ഒരു ലാപ്ടോപ്പ് എടുത്തു കൊണ്ടുപോകാൻ മാത്രം ധൈര്യം ഓർക്ക. അല്ല, അങ്ങനെ അഥവാ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ ഏതൊരു കള്ളനുണ്ടെന്നല്ലേ അർത്ഥം. അമ്മേ, ഞാൻ വീട്ടിൽ പോയിരുന്നില്ലേ? അപ്പോ ഞാനത് എടുത്തിരുന്നു. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. എടുത്തിരുന്നു. ചിലപ്പോ അവിടെ വെച്ച് മറന്നതാവും. അച്ഛനൊന്ന് വിളിച്ചു ചോദിക്കാം. എന്നാ അത് മതി. എന്തായാലും അച്ഛനെ കാണാതെ വിഷമിക്കണ്ട. ഞാനും രഘുവേട്ടനും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്.
അസോസിയേഷന്റെ പ്രോഗ്രാമിന് അച്ഛന് വണ്ടി അയക്കാം. അച്ഛനും കൂടി പങ്കെടുക്കട്ടെ. അപ്പൊ അച്ഛന് സമാധാനാവുകയും ചെയ്യുമല്ലോ. അച്ഛൻ വരുമ്പോഴേ ആ ലാപ്ടോപ്പും കൂടി എടുത്തോളം പറ. മറക്കാതെ പറയണേ. പറയാം. അതെ, എന്നിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടൊന്ന് വാ. വൈകുന്നേരത്തെ കാര്യങ്ങൾക്ക് കുറച്ച് ഒരുക്കങ്ങൾ കൂടി നടത്താനുണ്ട്. വൈകുന്നേരം അച്ഛൻ വരുമല്ലോ അല്ലേ? വരട്ടെ. വീട്ടിൽ പോകുമ്പോൾ അത് നിന്റെ കയ്യിലുണ്ടായിരുന്നില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ആർക്കോ നീ അത് കൊടുത്തു. ഇന്ന് രാത്രി വെളുക്കുന്നതിന് മുമ്പ് അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. താങ്ക്സ് നിത്യേച്ചി. ഞാൻ ശരിക്കും പേടിച്ചു പോയി. നിന്റെ പേടി മാറി. എന്റെ അവസ്ഥയോ? ജ്യോതി, ഞാൻ കാര്യമായിട്ട് പറയാം. ഇങ്ങനെയുള്ള അവസ്ഥ ഫേസ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഇനിയെങ്കിലും എന്നെ ഇങ്ങനെ കുടുക്കിക്കളയല്ലേ. ചേച്ചി, ഇതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കിക്കോളാം. നിത്യേച്ചി പേടിക്കണ്ട. ആ സാറ. എന്താ സർ? ആ പിന്നെ ഈ ഗസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും സാറ തന്നെ നോക്കിക്കൊള്ളണം. ഞങ്ങൾ ആരും ആ ഭാഗത്തേക്ക് വരണില്ല കേട്ടോ. വേണ്ട സർ, ഞാൻ നോക്കിക്കോളാം. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ. ശരി. ഓക്കെ സർ. മനു, പറയേച്ചി. എടാ, സ്റ്റേജ് പ്രോഗ്രാംസ് മൊത്തം എന്നെ ഏൽപ്പിച്ചിരിക്കുക കമ്മിറ്റിക്കാര്. അത് നല്ലതല്ലേ? സംഗതി നല്ലത് തന്നെ. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ മരിക്കുന്നത് വരെ ദുഷ്പേര് പോയില്ല. നിന്റെ കൂട്ടുകാരുടെയും ഡീജയുടെ കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങൾ സെറ്റല്ലേ? അതൊക്കെ ഞങ്ങൾക്ക് വിട്ടേക്ക് ചേച്ചി. ആ, ഞങ്ങള് പൊളിക്കില്ലേ? അല്ല, നിനക്ക് ലാപ്ടോപ്പ് കിട്ടിയോ? അതൊക്കെ എന്റെ കയ്യിലുണ്ട്. ആ, എന്നാ നീ കാര്യങ്ങൾ നോക്ക്. ഓക്കെ. ആ രമ്യ, എന്താ ചേച്ചി? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? നമുക്കത് നോക്കിയിട്ട് വരാം. അലങ്കാരങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ സുജാതെ. ആമാ. എല്ലാ വർഷവും വാർഷികത്തിന് ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഹേയ്, ഇത്രയും പകിട്ടൊന്നും ഉണ്ടാവാറില്ല. ചിലപ്പോ ഇത്തവണ രഘുവേട്ടൻ പങ്കെടുക്കുന്നതും ഉണ്ടാവും. അത് ശരിയായിരിക്കും സാർ. സാറ് ഇതുവരെ ഇവിടുത്തെ ഫംഗ്ഷനിലൊന്നും പങ്കെടുത്തിട്ടില്ലല്ലോ. ആ, ഞാൻ ഫസ്റ്റ് ടൈമാ. അത് കുഴപ്പമില്ല. ആ, മോളും ഫസ്റ്റ് ടൈം അല്ലേ? അപ്പൊ രണ്ടും ഒന്നുപോലെ ഇരിക്കട്ടെ. നിത്യേച്ചി പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്. നിത്യേച്ചി എന്തിനെങ്കിലും പങ്കെടുക്കുന്നോ? ഏയ്, ഞാനൊന്നിനുമില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഒരു കാര്യത്തിൽ മാറി നിൽക്കാൻ പറ്റില്ല. അസോസിയേഷൻ വാർഷികമായാലും ശരി, ദേശത്തെ പൂരമായാലും ശരി, എന്റെ മരുമകള് മിന്നിത്തിളങ്ങി തന്നെ നിൽക്കണം. കണ്ടോ കണ്ടോ അച്ഛാ, നേരത്തെ പറഞ്ഞു ഈ അലങ്കാരങ്ങളൊക്കെ അച്ഛൻ വരുന്നോണ്ടാന്ന്. ഇപ്പൊ പോയി പോയി എവിടെ എത്തി നിൽക്കുന്നെന്ന് കണ്ടോ അച്ഛാ? അമ്മ പറഞ്ഞോട്ടെ മോളെ, ഒരു കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. അമ്മായിമ്മയും മരുമോള് എങ്ങനെയായിരിക്കണമെന്ന് ഈ അസോസിയേഷൻകാർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ ഇവര് രണ്ടുപേരും മാത്രം മതി. വാ, നടക്ക്. എന്നാ പിന്നെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലും. സാറ് നല്ല തിരക്കിലാണല്ലോ. അതെ അതെ, പ്രോഗ്രാംസ് മൊത്തം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ പ്രസിഡന്റ്.
അവരൊന്നിലും ഇടപെടില്ല എന്ന് പറഞ്ഞിരിക്കുക. ജ്യോതി നിത്യ എന്റെ കൂടെ നിൽക്കണം കേട്ടോ. ഞാൻ നിന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്താ മതി. അല്ല സാറാ, ആരാ ഇന്ന് വരുന്ന സെലിബ്രിറ്റി? അതൊക്കെ ഒരു സസ്പെൻസ് ആന്റി. അനൗൺസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ എല്ലാരും അറിയൂ. എന്ന് വെച്ചാ ഇതുവരെ ആരും ആയിട്ടില്ല എന്നർത്ഥം. ആയിട്ടില്ലെന്നോ? സെലിബ്രിറ്റി ഒന്നല്ല 2 പേരാ വരുന്നത്. അത് കേരള മേഡം. ആ അനൗൺസ് ചെയ്യും ശരവണ, അപ്പൊ കാണാം. ശരി ശരി. ആ രഘു സാറേ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. രഘു അസോസിയേഷന്റെ പ്രോഗ്രാമിന് ഫസ്റ്റ് ടൈം ആണല്ലേ? ആമാ. അതെ, ഞാനേ ഇതെല്ലാം കൂടെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുക. അതെ, പെണ്ണുങ്ങളാരെയും നോക്കട്ടെ, നമുക്ക് അങ്ങോട്ട് നീങ്ങിക്കാം. വാ രഘു. അസോസിയേഷന്റെ പ്രോഗ്രാമിന് ആണുങ്ങളെ രഹസ്യമായിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ എന്താ പരിപാടിയെന്ന് ഞങ്ങൾക്ക് അറിയാം. അതിന് മോളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. എന്താ സുജാതെ? എങ്ങോട്ടാണെന്ന് വെച്ചാ പൊയ്ക്കോ. അതാണ്. വാ 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 സാറേ. ആമാ, ഞാൻ കൂടെ. ആന്റി, കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ ഇപ്പൊ വരാം. ജ്യോതി, നീ വരുന്നോ? ഞാൻ വരുന്നില്ല, സാറ പൊയ്ക്കും. ആ ഓക്കെ, ശരി ആന്റി. ശരി. വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. വാ. നിങ്ങൾ നടന്നോ അമ്മേ, ഞാൻ ഒരാളെ നോക്കിയിട്ട് വരാം. നമ്മുടെ എമിലി ഇല്ലേ, സൂസൻ ആന്റിയുടെ അവിടുത്തെ, അവളെ ഒന്ന് കാണാനാ. മോള് വാ. വരൂ വരൂ. കല്യാണത്തിന് വരാൻ പറ്റാത്തോണ്ട് മരുമോൾ ഇതുവരെ കാണാൻ പറ്റിയില്ല. അതിനുശേഷവും വരാമല്ലോ. ഞാൻ എന്റെ മരുമോളെ ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ല. അസോസിയേഷനിൽ മുഴുവനുള്ള സംസാരം എന്താണെന്നറിയോ? സുജാത മരുമോളെ മടിയിൽ വെച്ചിരിക്കുകയാണെന്ന്. പറയുന്നവരൊക്കെ പറയട്ടെ, ഞാൻ എന്റെ മോളെ മടിയിൽ തന്നെയാ പിടിച്ചിരുത്തിയിരിക്കുന്നത്. അതിനെന്താ? എന്താ മോളൊന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്റെ ഹേമേ, ഇതിനിടയിൽ ഇങ്ങനൊരു കാര്യം നീ കണ്ടുപിടിച്ചത് അത്ഭുതമാണ്. എന്റെ മോൾക്ക് പ്രസരപ്പിന് ഒരു കുറവുമില്ല. ഞാൻ ഇതുപോലുള്ള ഫംഗ്ഷൻസിനൊന്നും പോയിട്ടില്ല ആന്റി, അതുകൊണ്ടാ. നമ്മുടെ ബാങ്ക് മാനേജർ കനകം വന്നില്ലേ? ഞാൻ വരുമ്പോ കണ്ടു. കനക അവിടെ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. ഓ, കനകത്തിന് അങ്ങനെ ആരോടും മിണ്ടാട്ടൊന്നുമില്ല. പിന്നെ സുജാതയുടെ എങ്ങനെയാണോ എന്തോ. ഞാൻ ഇതുവരെ കനകത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയിട്ടില്ല. കനകം എന്റെ വീട്ടിലെ കാര്യങ്ങളും അന്വേഷിക്കാറില്ല. പൊതുവായ കാര്യങ്ങൾ പറയും, അതിനെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് കനക ഒരു നല്ല സ്ത്രീയായിട്ടാ തോന്നിയിട്ടുള്ളത്. സുജാതയ്ക്ക് പിന്നെ എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ആ സാറേ, മോന് വന്നില്ലേ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ? ആ സ്റ്റേജിന്റെ സൈഡിൽ എങ്ങാനും കാണും. ഇന്നത്തെ DJ അവനല്ലേ ചെയ്യുന്നത്. എന്നാ ഞാനൊന്ന് നോക്കിയിട്ട് വരാമേ. ഓക്കേ. വന്നോ? എന്താ പരിപാടി? എന്തൊക്കെയോ വലിയ ചാർജ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡിജെയുടെ ചാർജ്. ഞാനിപ്പോ ഈ അസോസിയേഷനിലെ അന്തേവാസിയല്ലേ, അപ്പോ നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യണ്ടേ. സംഗതി എങ്ങാനും കൊളായ ഇവിടുത്തെ ആളുകൾ കുറച്ച് പെശകാണ് കേട്ടോ. അത് കുഴപ്പമില്ല, എന്നെ ഏൽപ്പിച്ച പണി വൃത്തിയായിട്ട് ചെയ്യാൻ എനിക്കറിയാം. പിന്നെ ഡിജിയിൽ തന്റെ പങ്കുണ്ട്. യൂസ് ചെയ്യുന്നത് താൻ തന്ന ലാപ്ടോപ്പാ. അപ്പോ സംഗതി പൊളിഞ്ഞു പോയാൽ തനിക്ക് ഉത്തരവാദിത്വം ഉണ്ട് കേട്ടോ. അയ്യടാ മോനെ, അത് പുതിയ ലാപ്ടോപ്പാ, അതിന് ഒരു കുഴപ്പമില്ല. അതെ, എല്ലാരും ഡാൻസ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു, താനുണ്ടാവില്ലേ? എനിക്ക് ഡാൻസ് ചെയ്യാനൊന്നും അറിയില്ല. അത് കള. കേരളത്തിലെ പെൺകുട്ടികളായി ജനിച്ചവര് കുറച്ചു നാളെങ്കിലും നൃത്തം പഠിക്കാൻ പോകാതിരിക്കില്ലല്ലോ. താനും പോയിട്ടുണ്ടാവുമല്ലോ. ശരിയാ, ഞാനും പോയി 7ാം ക്ലാസ് വരെ, പിന്നെ നിർത്തി. അപ്പോ നമുക്കിന്ന് തുടങ്ങാം. നമുക്കൊന്നിച്ച് തുടങ്ങാന്നേ.
ഒന്നിച്ചാണെങ്കിൽ കുഴപ്പമില്ല.